ലേസി ഫ്രോഗ് പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫ്രെഡ് ഈസ് എ വെരി ലേസി ഫ്രോഗ് ഹു ലോൾസ് ഓൾ ഡേ അപ്പോൺ എ ലോഗ്. ഫ്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു മടിയനായ തവളയാകുന്നത്. ഹു ലോൾസ് ഓൾ ഡേ അപ്പോൺ എ ലോഗ്. ഒരു ലോഗ് എന്ന് വെച്ചാൽ തടിക്കഷ്ണമാണ് കേട്ടോ, ഒരു മരത്തിൻ്റെ കഷ്ണം. ആ കഷ്ണത്തിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ തല ചായ്ക്കൽ അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പതിവ്. ഹി ഓൾവേസ് മാനേജ് ടു ഷിർക്ക് ഡൂയിങ് എ സിംഗിൾ സ്ട്രോക്ക് ഓഫ് വർക്ക്. ഷിർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, പക്ഷേ എന്നാലും നമ്മളത് ചെയ്യാതിരിക്കുന്ന പ്രവണതയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഹി ഓൾവേസ് മാനേജ് ടു ഷിർക്ക് ഡൂയിങ് എ സിംഗിൾ സ്ട്രോക്ക് ഓഫ് വർക്ക്. ഒരു പണിയുടെ ഒരു ഭാഗം പോലും ഈ ഫ്രെഡ് എന്ന ഫ്രോഗ് ചെയ്യുന്നില്ല. അവന് എന്താ ചെയ്യുന്നത്, ആ തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുന്നു. ഹിസ് പുവർ ഓൾഡ് മദർ കോൾസ് ഇൻ വെയിൻ, കം ഇൻ ആൻഡ് ഹെൽപ്പ്. ഹിസ് പുവർ ഓൾഡ് മദർ, അവൻ്റെ വൃദ്ധയായ മാതാവ് അവനെ വിളിക്കുന്നു. കം ഇൻ ആൻഡ് ഹെൽപ്പ്, ഒന്ന് വരൂ, ഒന്ന് സഹായിക്കൂ എന്ന് അവനെ വിളിക്കുകയാണ്. ഹി ഡസ് നോട്ട് ബോദർ, അവനെന്താക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അമ്മ തന്നെ വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ടു മൂവ് 2 inches മച്ച് പ്രിഫറിങ് ടു ബി എക്സ്ട്രീംലി ഹാർഡ് ഓഫ് ഹിയറിങ്. എക്സ്ട്രീംലി ഹാർഡ് ഓഫ് ഹിയറിങ് എന്ന് വെച്ചാൽ കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാർ, അതായത് ഡഫ് പറയല്ലോ, ഡഫായ ആൾക്കാർ, അതാണ് എക്സ്ട്രീംലി ഹാർഡ് ഓഫ് ഹിയറിങ്. അപ്പോൾ കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാരെ പോലെ അവൻ എന്ത് ചെയ്യുന്നു, അവന് അമ്മ വിളിക്കുന്നത് കേൾക്കാതിരിക്കുന്നു. ടു മൂവ് 2 inches, ഒരു 2 inches ഒന്ന് മാറിയിട്ട് അവന് നല്ല രീതിയിൽ പിന്നെ കിടക്കുക തന്നെ ചെയ്യുന്നത്. ഹി ലൈസ് ദർ ഇൻ എ സൈലൻസ് ഹീപ്പ് ആൻഡ് സ്റ്റേസ് കൺവീനിയൻ്റ്ലി അസ്ലീപ്പ്. അവനെന്ത് ചെയ്യുന്ന, അവന് ആ തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കൺവീനിയൻ്റ്ലി എന്ന് വെച്ചാൽ സൗകര്യപ്രദമായിട്ട്, സൗകര്യം പോലെ അവന് പിന്നെയും ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അവൻ്റെ അമ്മ വിളിച്ചിട്ടൊന്നും അവന് പോകുന്നില്ല, അല്ലേ, മടിയനായിട്ട് അവിടെ കിടക്കുക ചെയ്യുന്നത്. ഇഫ് എ ലേഡി ഫ്രോഗ് ഹോപ്സ് പാസ്റ്റ് യു ഹാഡ് തിങ്ക് ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് ലാസ്റ്റ്. ഇഫ് എ ലേഡി ഫ്രോഗ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രെഡ് ഫ്രോഗിൻ്റെ വൈഫാണ് കേട്ടോ. ഫ്രെഡിൻ്റെ വൈഫാണ് ലേഡി ഫ്രോഗ്. ഈ ലേഡി ഫ്രോഗ് തുള്ളി വരികയാണെങ്കിൽ, അവൻ്റെ അടുത്ത് തുള്ളി വരികയാണെങ്കിൽ, യു ഹാഡ് തിങ്ക് ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് ലാസ്റ്റ് ടു ബോ ആൻഡ് ഹെൽപ്പ് ഹെർ ഓൺ ഹെർ വേ. അല്ലേ, നിങ്ങൾ ലേഡി ഫ്രോഗ് വന്നാൽ അവന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടാകുന്നു, അതുപോലെ ഒന്ന് റെസ്പെക്റ്റോടുകൂടി ബൗ ചെയ്യാം, എന്ന് വെച്ചാൽ തല ഒന്ന് കുനിഞ്ഞ് അവളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവളെ സഹായിക്കാൻ പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. ബട്ട് നോ, ഐ ആം അഷെയിംഡ് ടു സേ, ഇല്ല, പക്ഷേ ഇല്ല, ഐ ആം അഷെയിംഡ് ടു സേ, എനിക്ക് പറയാൻ തന്നെ നാണക്കേടാവുന്നത്, that when a lady frog comes by he does not open up one eye. അപ്പോൾ എനിക്ക് നാണക്കേടാണ് ഇത് പറയുന്നതിൽ. എന്താണ് പറയുന്നത്, when a lady frog comes by he does not open up one eye. ലേഡി ഫ്രോഗ് വന്നപ്പോൾ he does not open up one eye, അവൻ്റെ ഒരു കണ്ണ് പോലും തുറക്കാറില്ല, അവനെ ഒന്ന് തുറന്നൊന്ന് നോക്കുക പോലും ചെയ്യാറില്ല, അവന് എഴുന്നേൽക്കാൻ പോയിട്ട് കണ്ണ് വരെ തുറക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മടി പിടിച്ചിരിക്കുന്ന ഫ്രെഡ് ഫ്രോഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഫ്രെഡ് ഫ്രോഗിനെ പോലെ ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അമ്മയൊക്കെ വിളിച്ചാൽ വിളി കേൾക്കുക, അതുപോലെ ലേസി ആയിട്ട് നിന്നാൽ ഒന്നിനൊരു മൂഡുണ്ടാവില്ല, ഒരു ഹാപ്പിനെസ് കിട്ടില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യുക, കൂടെ മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഹെൽപ്പും ചെയ്യാം. അപ്പോൾ പോയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. പിന്നെ പോയതിൻ്റെ താഴെ ഓതറിൻ്റെ പേരാണെന്ന് വിചാരിക്കരുത്. അനോണിമസ് എന്ന് വെച്ചാൽ ഓതറിൻ്റെ പേര് അറിയില്ല, അതുകൊണ്ടാണ് അനോണിമസ് എന്ന് പറഞ്ഞത് കേട്ടോ. കുറച്ച് ന്യൂ വേർഡ്സ് നോക്കാം. ലോൾ, ടു ലൈ അറൗണ്ട് ലേസിലി, അശ്രദ്ധമായി കിടക്കുക. ലോഗ്, ട്രങ്ക് ഓഫ് എ ട്രീ ദാറ്റ് ഹാസ് ബീൻ കട്ട്, തടിക്കഷ്ണം, അതായത് മരത്തിൻ്റെ വലിയൊരു മരത്തിൻ്റെ കഷ്ണം ഉണ്ടാവുമല്ലോ, അല്ലാതെ വിറകുള്ളി ഒന്നുമല്ല കേട്ടോ, വലിയ തടിച്ചൊരു കഷ്ണം. ഷിർക്ക്, ടു നോട്ട് ഡു സംതിങ് യു ഷുഡ് ഡു, ചെയ്യാൻ പറ്റുന്ന കാര്യമായാലും ചെയ്യാതിരിക്കുന്ന ആ ഒരു ടെൻഡൻസി. ഇൻ വെയിൻ, യൂസ്ലെസ്ലി എന്ന് വെച്ചാൽ വെറുതെ. ഇൻ വെയിൻ, അമ്മ വെറുതെ ആണല്ലോ, വെറുതെ വിളിക്കുന്നതെന്ന് അറിയാം, എന്നാലും വിളിച്ചതാ അല്ലേ. അപ്പോൾ ഇൻ വെയിൻ എന്ന് വെച്ചാൽ വെറുതെ.
കാര്യമില്ലാതെ. പ്രിഫർ ലൈക്ക് സംതിങ് ബെറ്റർ, മുൻഗണന നൽകുക. ഹാർഡ് ഓഫ് ഹിയറിംഗ്, ഡെഫ്, കേൾവിശക്തി ഇല്ലായ്മ. ബൗ, ടു ബെൻഡ് യുവർ ഹെഡ് ടു ഷോ റെസ്പെക്റ്റ്, ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തല ഉറച്ച് കുനിയുമല്ലോ, അതാണ് ബൗ.